അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭാരം ഉണ്ടാക്കിയാലും അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, മുളക്, കരിയാപ്പില, ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം അരച്ചു കൊടുക്കുക. അരയെല്ലാം നല്ലോണം അരച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അതുപോലെ നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നത് ഒരു ജഗ്ഗിനകത്താണ്. എൻ്റെ ഇപ്പോൾ ജഗ്ഗാണുള്ളത്. അപ്പോൾ ജഗ്ഗിനകത്ത് ഞാനിപ്പോൾ സംഭാരങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി. ഇതിനുശേഷം നമ്മളിനി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമ്മൾ ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് പാകത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളവിടെ പേസ്റ്റ് ആക്കി വെച്ച് അരപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സത്തും കാര്യങ്ങളൊക്കെ അടങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. കാരണം അളവിനനുസരിച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് ഇതിലേക്ക് ഇനി അധികം വന്ന കുറച്ച് തൈരുണ്ട് അതുകൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്തിനാ തൈര് കളയുന്ന ഓർത്തിട്ടാണ് അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ സോഡ എടുക്കുകയാണ്. സോഡ എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഏകദേശം സോഡയും കാണാനൊക്കെ ഒഴി സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ല കുറുകി വരുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്യാൻ പോവുകയാണ്. നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യണം. നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യണം. അത് നല്ല സെറ്റ് ആവാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാം ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പരുവത്തിനനുസരിച്ച് കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഫൈനലി നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. മാറ്റിയ ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സംഭാരം ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അങ്ങനെ ഫൈനലി നമ്മളത് കുടിച്ച് നോക്കി. നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും നല്ല എരിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇഞ്ചിയുടെ ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.